കൊറോണ നൽകിയ കഷ്ടതകൾ മാറി ഗൾഫ് രാഷ്ട്രങ്ങൾ പഴയ നിലയിലേക്ക് അടുക്കുകയാണ്. എന്നാൽ പ്രവാസികളിൽ നിന്നും ആ ദുരിത കാഴ്ച അകലുന്നില്ല. ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിക്കാൻ കാത്തിരിക്കുന്ന പ്രവാസി കണ്ണീരോർമ്മയാക്കുന്നു. അങ്ങനെ കാണാൻ കൊതിയോടെ കാത്തിരുന്നവർക്ക് മുന്നിലെത്തിയത് മരണവാർത്തയായിരുന്നു. പ്രവാസിയായ കണ്ണൂർ പാച്ചേനി സ്വദേശിയായ സുരേഷ് കുമാറിന്റെ മരണമാണ് പ്രവാസികളിൽ ഹൃദയം നുറുക്കുന്ന വേദനയായി മാറിയിരിക്കുന്നത്. തൻ്റെ 6 വയസ്സുള്ള പൊന്നുമകളോട് അച്ഛൻ നാട്ടിലേക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. കൊഞ്ചി അവൾ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ സുരേഷ് കുമാർ പോയതാണ്. പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ തനിച്ചാക്കി മരണത്തിന്റെ ലോകത്തേക്ക് സുരേഷ് പോയി മറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: 6 വയസ്സുള്ള മകളോട് അച്ഛൻ നാട്ടിലേക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. കൊഞ്ചി അവൾ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ സുരേഷ് കുമാർ പോയതാണ്. ചെറിയൊരു തലചുറ്റൽ പോലെ തോന്നി. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് താങ്ങി അവിടെ ഒഴിഞ്ഞു കിടന്ന കസേരയിൽ ഇരുത്തിയെങ്കിലും വീണ്ടും അവിടെ തളർന്നു വീഴുകയായിരുന്നു. ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ണൂർ പാച്ചേനി സ്വദേശി 41 വയസ്സുള്ള സുരേഷ് കുമാർ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടെ പ്രയാസം അനുഭവിച്ചു വരികയായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണമടഞ്ഞത്. മകളോട് വലിയ സ്നേഹമായിരുന്നു. അവൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സുരേഷ് കുമാർ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. ഇനി ആര് ഈ കുഞ്ഞുമോൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കും? അഥവാ ഇനി ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലും സ്വന്തം അച്ഛനോളം വരുമോ? ഇന്നലെ എംബാമിംഗ് സെന്ററിൽ ഞാൻ കണ്ടത് ഒട്ടനവധി ചെറുപ്പക്കാരായ കൂട്ടുകാരന്മാരുടെ കണ്ണുനീരാണ്. അവരുടെ ആത്മമിത്രത്തെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു എല്ലാ പേരും. നിഴൽ പോലെ നമ്മോടൊത്തുകൂടെ ഉണ്ടായിരുന്നവർ തൊട്ടടുത്ത കട്ടിലിൽ ഇന്നലെ വരെ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ഉറങ്ങാൻ കിടന്നവർ, ഒരുപാട് പ്രതീക്ഷകൾ, അതിലേറെയും സ്വപ്നങ്ങൾ. ഇതൊക്കെ ബാക്കി വെച്ച് അവരുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാതെ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.